ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കൃഷിയെക്കുറിച്ചുള്ള. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുക്കുന്ന ഒരു വീഡിയോയാണ് ഇത്. എൻ്റെ ഗ്രേപ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോയാണ്. നമ്മൾ സാധാരണ എല്ലാവരും അവരുടെ യാർഡിൽ ഒരു ഗ്രേപ്സെങ്കിലും നട്ടുപിടിപ്പിക്കുന്ന ഒരു പതിവ് ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം നമ്മൾ അതിൻ്റെ ഫലമെടുക്കുന്നോ, അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നൊന്നും നമുക്ക് വ്യക്തമായ ധാരണയില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ നടാറുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിലല്ല, നമ്മുടെ കേരളത്തിന് വെളിയിൽ പോയിട്ടുള്ള ആളുകളൊക്കെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നടുന്ന പറഞ്ഞാൽ മുന്തിരിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് കേടുവരിക എന്നുള്ളത്, നമുക്ക് ഫലം നമുക്ക് വേണ്ട വിധത്തിൽ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മുന്തിരി നടുന്നത് എന്തുപയോഗത്തിനാണ്? നമ്മൾ കൂടുതലും നടുന്നത് കഴിക്കാൻ വേണ്ടി എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് മുന്തിരി നടുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ അല്ലാതെയും നമുക്ക് നടാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കൃഷി രീതിയാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് വൈൻ ഇടുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സൈസ് മുന്തിരിച്ചെടി വാങ്ങിച്ച് നട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് കൂടുതലും വൈൻ്റെ ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ നമുക്ക് ഒന്നോ രണ്ടോ പറിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തിന്നാമെന്നുള്ളതല്ലാണ്ട് ടേബിൾ വൈനെ പോലുള്ള ഒരു മധുരമോ കാര്യങ്ങളോ ഒന്നും അതിന് കാണുകയില്ല. അപ്പോൾ ഈ കൃഷി നമ്മൾ ശാസ്ത്രീയമായിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ആ മേഖലകളിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. അതുപോലെ നമുക്ക് മുന്തിരി നമ്മളിപ്പോൾ വൈനിന് വേണ്ടി നടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നമുക്ക് ചെടികൾ നല്ല നഴ്സറികളിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് നടുക. ആ മുന്തിരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ടേസ്റ്റ്, അതുപോലെ തന്നെ ആ മുന്തിരിക്ക് അതിൻ്റെ സ്കിന്നിന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ഈസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ ഫെർമെൻറ്റേഷൻ നടക്കാനായിട്ടുള്ള പ്രത്യേക കഴിവ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ആ ഇനം മുന്തിരിക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മുന്തിരിക്ക് നമുക്ക് അതിൻ്റെ ഉണ്ടാക്കുന്ന ഏത് സ്ഥലം വൈനാണ് അതിനനുസരിച്ചുള്ള മുന്തിരികൾ എല്ലാം അതുതന്നെ ഏത് റീജിയനിൽ വളരുന്നു അതിനനുസരിച്ച് ഉള്ള മുന്തിരി വൈനിൻ്റെ ടേസ്റ്റ്, അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ആ മേഖലകളിലുണ്ടാകും. വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇപ്പം നമുക്ക് ബാക്കിയാടി നടുന്ന മുന്തിരിയെക്കുറിച്ച് ആണ്. പക്ഷേ ഞാൻ പ്രത്യേകം പറഞ്ഞു, ഞാൻ നട്ടേക്കുന്ന മുന്തിരി വൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നട്ടേക്കുന്നത്. ഇപ്പം നമുക്ക് സാധാരണ എല്ലാം ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി പഴുക്കാറാകുമ്പോഴത്തേക്ക് കേടുവരിക എന്നുള്ളതാണ്. അതായത് പല വിധത്തിലുള്ള കേടുകൾ നമുക്ക് മുന്തിരി കൃഷിയിൽ നമുക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിന് മെയിനായിട്ട് വരുന്ന മുന്തിരി പഴത്തിന് വരുന്ന കേടുകളാണ്. അതായത് അത് പൂപ്പൽ പോലെ വരുന്ന കേടുകളുണ്ട്. അതുപോലെ തന്നെ കറുത്ത സ്പോട്ട് വന്നിട്ട് ഉണങ്ങി അത് പൊഴിഞ്ഞു പോകുന്നതായിട്ടുള്ള അസുഖങ്ങൾ. പിന്നെ ഇതിനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പൗഡർലി മിൽഡ്യൂ എന്ന് പറയും. അതുപോലെ അത് സാധാരണയായിട്ട് ഇലയ്ക്കും ഫ്രൂട്ട്സിനും വരുന്ന കേടാണ്. അതായത് വെള്ളപ്പൂപ്പ് പോലെ വരിക. അതുപോലെ ഡൗണി മിൽഡ്യൂ എന്ന് പറയും. അതായത് യെല്ലോ സ്പോട്ടുകൾ ഇലകളിൽ വരുന്നതായിട്ടുള്ള ഒരു അസുഖമാണ്. ബ്ലാക്ക് റൂട്ട്, അതുപോലെ തന്നെ ഗ്രേ മോൾഡ്, വൈറ്റ് ഡൗണി ഗ്രോത്ത്, അതായത് ഇലയുടെ അടിയിലായിട്ട് വലിയ ഇല ഇങ്ങനെ തടിച്ച് ഇരിക്കുന്നതായിട്ട് വരുന്ന അസുഖങ്ങൾ. പിന്നെ ഇല ഉണങ്ങി ചുരുണ്ട് വരുന്ന അസുഖങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളാണ് മെയിനായിട്ടുള്ളത്. അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ കായ്ക്ക് വരുന്ന അസുഖങ്ങൾ നമ്മളൊരു പരിധി വരെ നമുക്കിതുപോലത്തെ കൂടി നിൽക്കുന്ന ഇലകളൊക്കെ പഴമായി കഴിയുമെന്ന് പറഞ്ഞാൽ നമുക്ക് പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എയർ സർക്കുലേഷൻ കിട്ടും. അപ്പം ഫംഗൽ ഡിസീസുകളാണ് ഇതെല്ലാം മെയിനായിട്ട് വരുന്നത്. ഇതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പുതിയ ഷൂട്ടുകളെടുത്ത് വരുമ്പോൾ അതിനൊരു 8-10 ഇഞ്ചാകുന്ന പരുവമാകുന്ന പറഞ്ഞാൽ എയർലി സ്പ്രിങ്ങിൽ തന്നെ നമുക്ക് പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഫംഗിസൈഡ് വാങ്ങിച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ കഴിവതും അതിൻ്റെ ഇലകളിലും അതുപോലെ തന്നെ ഫലത്തിലും വീഴാത്ത പോലെ ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് മോയ്സ്ചർ കെട്ടി നിന്ന് ഫംഗൽ ഡിസീസുകൾ വരാനായിട്ടുള്ള ചാൻസുകൾ കൂടുതലാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസീസ് കൺട്രോളായിട്ട്, അതായത് കുറവായിട്ടുള്ള ഇനങ്ങൾ നമുക്ക് അനുയോജ്യമായി നമ്മുടെ മേഖലയിൽ വളരത്തക്ക പോലുള്ള മുന്തിരി ചെടികൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് ഒരു പരിധി വരെ മുന്തിരിക്ക് വരുന്ന അസുഖങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ മുന്തിരി കൃഷിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് കട്ട് ചെയ്യുക, അതായത് പ്രൂണിങ്. ഫ്രൂട്ട്സുകൾ ചെടികളെല്ലാം പ്രൂൺ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ഫ്രൂട്ട് ഇനമാണ് മുന്തിരി. അതായത് ഓരോ വർഷവും കായ്ക്കുന്ന തണ്ടുകൾ അത് പ്രൂൺ ചെയ്ത് കളഞ്ഞ് പുതിയ ഷൂട്ടിൽ വേണം നമുക്ക് മുന്തിരി കായ്ച്ചു വരാനായിട്ട്. അപ്പം പ്രൂണിങ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ മുന്തിരി പഴങ്ങൾ ആയിക്കഴിഞ്ഞ് അത് കായ്ച്ചു കഴിഞ്ഞ് ഇതുപോലെ കൂടി നിൽക്കുന്ന ഇലകൾ, അതായത് മുന്തിരി കുലകളെ മറച്ച് നിൽക്കുന്നതായിട്ടുള്ള ഇലകൾ കഴിവതും നമ്മളിതുപോലെ പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഫംഗൽ ഡിസീസ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്ന രീതി, വളരീതി, ഇതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ മാത്രം ഇല ഒഴിച്ചു കൊടുക്കുക. ബ്രാഞ്ചസിനും അതുപോലെ തന്നെ ഫ്രൂട്ട്സിനും ഒഴിച്ചാൽ ഫംഗൽ അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതായത് മോയ്സ്ചർ കെട്ടിൽ നിന്നാണ് അസുഖങ്ങൾ വരുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ആദ്യം തന്നെ കട്ട് ചെയ്ത് പിടിപ്പിച്ച ഗ്രേപ്സുകളാണ്. ഇത് കായ്ക്കാൻ തുടങ്ങി. അതിങ്ങനെ നമ്മൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് നടാം. അതായത് പ്രൂൺ ചെയ്ത് കളഞ്ഞപ്പോൾ അതിൽ നിന്ന് എടുത്ത കമ്പുകളാണ്, അത് നട്ടതാണ്. അത് കായ്ക്കാൻ തുടങ്ങി. അതിനും കേട് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് മറ്റുള്ള ഫ്രൂട്ട്സ് നടുന്നതിനെക്കാട്ടുമൊക്കെ ഒരു പക്ഷേ നല്ലതാണ്. നമുക്ക് പ്രയോജനമുണ്ട്. ഇതുപോലത്തെ വൈനിന് വേണ്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നട്ട് കഴിഞ്ഞാൽ പ്രായമാകുന്ന പെൻഷനൊക്കെ പറ്റുന്ന സമയത്ത് ചെറുതായിട്ടൊരു ബേസ്മെൻറ്റിലൊരു വൈനറിയൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വൈന്, മേൽത്തരം വൈന് ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് മുന്തിരിയെക്കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ ഇന്നത്തെ കൃഷി വിശേഷം വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഗ്രേപ്സിനെ കുറിച്ചുള്ള വിശേഷമായിരുന്നു. ഇനിയും അടുത്ത വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബായ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ, ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. കഴിവതും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പം വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ബൈ.